കിഷ്കിന്ധ കാണ്ഡം എന്ന വൻ വിജയത്തിന് ശേഷം ആസിഫ് അലിയുടെ ഇനി പുറത്തിറങ്ങാനുള്ള സിനിമയാണ് രേഖാചിത്രം. ജോഫിൻ ഡി ചാക്കോ സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് മേൽ വലിയ പ്രതീക്ഷയാണുള്ളത്. മാളികപ്പുറം, 2018 എന്നീ വിജയ ചിത്രങ്ങൾക്ക് ശേഷം കാവ്യ ഫിലിം കമ്പനിയും ആൻമെഗാൻ മീഡിയയും ഒന്നിക്കുന്ന സിനിമയാണിത്. ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ജോണറിലുള്ള സിനിമ മലയാളത്തിൽ ഇന്നുവരെ കണ്ടിട്ടുള്ള സിനിമയാണ് രേഖാചിത്രമെന്ന് ചിത്രത്തിന്റെ എഡിറ്റർ ഷമീർ മുഹമ്മദ് പറയുന്നു. ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ജോണറിൽ ഉൾപ്പെടുന്ന സിനിമയാണ് രേഖാചിത്രം. ത്രില്ലർ അല്ല, ഒരു കുറ്റാന്വേഷണ ഡ്രാമയാണ് ചിത്രം. ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി വരുന്ന തരം സിനിമയിൽ മലയാളത്തിൽ വന്നിട്ടില്ല. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള സിനിമയാണ് രേഖാചിത്രം എന്ന് ഷമീർ മുഹമ്മദ് പറയുന്നു. ചിത്രത്തിന്റെ ട്രെയിലർ അണിയറപ്പുറത്ത് നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഒരു ക്രൈം ത്രില്ലർ സിനിമയെ സ്വഭാവത്തിൽ കഥ പറയുന്ന സിനിമയായിരിക്കും ഇതെന്ന് ഉറപ്പു നൽകുന്നതാണ് ട്രെയിലർ. ഒപ്പം ആസിഫ് അലി, അനശ്വര രാജൻ തുടങ്ങിയവരുടെ മികച്ച പ്രകടനങ്ങളും ട്രെയിലറിൽ കാണാം. ട്രെയിലർ ഇതിനകം സമൂഹമാധ്യമങ്ങളുടെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ആസിഫിന്റെ കരയിലെ മറ്റൊരു വലിയ വിജയമായി രേഖാചിത്രം മാറുമെന്ന പ്രതീക്ഷ പലരും സമൂഹമാധ്യമങ്ങളോട് പങ്കുവെക്കാറുണ്ട്. 2025 ജനുവരി 9-നാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത്. ആൻ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന ടാഗ് ലൈൻ എത്തുന്ന സിനിമ സംവിധാനം ചെയ്യുന്ന ജോഫിൻ ഡി ചാക്കോയാണ്. രാമു സുനിൽ, ജോഫിൻ ഡി ചാക്കോ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. മനോജ് കെ ജയൻ, ഫാമ അരുൺ, സിദ്ദിഖ്, ജഗദീഷ്, സായ്കുമാർ, ഇന്ദ്രജിത്ത്, ശ്രീകാന്ത് മുരളി, നിശാന്ത് സാഗർ, പ്രേംപ്രകാശ്, ഹരിശ്രീ അശോകൻ, സുധീർ കോപ്പ, മേഘ തോമസ്, ആട്ടം സിനിമയുടെ കയ്യടി നേടിയ സെറിൻ ശിവ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട്. കാവ്യ ഫിലിം കമ്പനിയും ആൻമേഗ മീഡിയയും ഒന്നിക്കുന്ന ചിത്ര നിർമ്മാണം വേണു കുന്നപ്പള്ളിയാണ്.